നമസ്കാരം, സുമിയാണ്. ലൈഫ് ഓഫ് പാരൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം എല്ലാ പ്രാവശ്യവും ഞാനിങ്ങനെ നമ്മുടെ പുറത്ത് രാവിലെ ആവുന്നതും സൂര്യൻ ഉദിച്ചു വരുന്നതൊക്കെയാണ് ഞാൻ കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഇന്ന് അതിനൊരു മാറ്റം ഉണ്ടായി. ഇന്ന് നമ്മൾ ഈവനിങ് നല്ല നൈറ്റ് വ്ളോഗാണ് കേട്ടോ എടുക്കുന്നത്. അരുണേട്ടൻ കളിക്കാൻ പോയതാണ്, ഇവിടെ ഷട്ടിൽ കളിക്കുന്നുണ്ടായിരുന്നു രാത്രിയിൽ. അപ്പോൾ ഷട്ടിലൊക്കെ കളിക്കാൻ പോയി ഇപ്പോൾ വരും. അപ്പോൾ ഞാൻ വിചാരിച്ചാൽ എന്തെങ്കിലും നൈറ്റിലേക്ക് എന്തെങ്കിലും ഉണ്ടാക്കാന്ന്. രാവിലെ നല്ല അടിപൊളി പത്തിരിയും ബീഫ് സ്റ്റൂ ആട്ടോ ഞാൻ ഉണ്ടാക്കിയത്. കുറച്ച് സമയമൊക്കെ എടുത്ത് ഉണ്ടാക്കിയതാണെങ്കിലും വീഡിയോ എടുക്കാൻ പറ്റില്ല. കാരണം പത്തിരിയൊക്കെ കുറേ നേരം എനിക്ക് അത്ര എളുപ്പമല്ല പത്തിരി ഉണ്ടാക്കണത്. പഠിച്ചു വരുന്നുള്ളൂ. ഉണ്ടാക്കിയത് പെർഫെക്റ്റ് ആയിരുന്നു, പക്ഷെ എന്നാലും പഠിച്ചു വരുന്നതേ ഉള്ളൂ പത്തിരി ഉണ്ടാക്കണം. അതുകൊണ്ട് വീഡിയോ എടുക്കാനൊന്നും നിന്നില്ല. അപ്പോൾ ആ പത്തിരി രാത്രിത്തേക്ക് കഴിക്കാന്നാണ് വിചാരിച്ചത്, അതിൻ്റെ ബാക്കി ഉണ്ടായിരുന്നത്. പക്ഷെ അത് ഞങ്ങൾ 4 മണിക്ക് ചായക്ക് കഴിച്ചു. അപ്പോൾ എന്താ രാത്രിത്തേക്ക് എന്താ ഉണ്ടാക്കാന്ന് വെച്ചാൽ, അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ നൂഡിൽസ് ഉണ്ടാക്കാന്ന്. നൂഡിൽസ് വെറുതെ ഇങ്ങനെ നൂഡിൽസ് പൊട്ടിച്ചിട്ട് പൊടി ഇടുന്നതല്ല, അല്ലാതെ നമുക്ക് കുറച്ച് സാധനങ്ങൾ വെജിറ്റബിൾസ് ഒക്കെ അരിഞ്ഞിട്ട് ഒരു നല്ല അടിപൊളി നൂഡിൽസ് ഉണ്ടാക്കാന്ന് വിചാരിച്ചു. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് രാത്രിയിൽ നൂഡിൽസ് അത്ര ഹെൽത്തി ഫുഡല്ല, പക്ഷേ ഞങ്ങൾ രാത്രിയിൽ അത് ഇടയ്ക്ക് ഉണ്ടാക്കാറുണ്ട്. തങ്കുവിൻ്റെ ഒച്ചയൊക്കെയുണ്ട് കേട്ടോ. തങ്കു എന്തെങ്കിലും ചെറിയൊരു അനക്കുണ്ടെങ്കിൽ അപ്പം കുരയ്ക്കേ. അതുകൊണ്ട് തങ്കു കൂടെ എന്തെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടാവും, അതായിരിക്കും ഇങ്ങനെ കുരയ്ക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു നൈറ്റ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. നമ്മുടെ ജയരാജ് നമ്മുടെ പുതിയ കുക്കിന്റെ പേര് ജയരാജ്. വൈകുന്നേരം ആകുമ്പോൾ എല്ലാം അടുക്കളയൊക്കെ നല്ല ക്ലീൻ ആക്കി നീറ്റാക്കി വെച്ചിട്ടാണ് പോവുക. പക്ഷെ ഇന്ന് ജയരാജ് പോയി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് കുറച്ചൊരു തലയ്ക്ക് ബോധം വന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇതിൻ്റെ ഉള്ളിലുള്ള നമ്മുടെ ചെറിയ ഭരണികളൊക്കെ ഉണ്ടാവുമല്ലോ, നമ്മുടെ പൊടികളും സാധനങ്ങളൊക്കെ ഇട്ടേക്കണേ, അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കാന്നുള്ളൊരു ബോധം അതേ അപ്പോഴാണ് വന്നത്. രാവിലെ മുതൽ വൈകുന്നേരം വരെ എനിക്കൊരു ബോധം ഉണ്ടായിരുന്നില്ല, എന്നുവെച്ചാൽ നന്നാക്കണമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം അത് നന്നാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതാണ് കേട്ടോ കിച്ചൻ്റെ ഈ ഭാഗത്ത് ഫുള്ള് നിറഞ്ഞിരിക്കുന്നത്. എല്ലാ ഭരണിയും പുറത്തെടുത്ത് വെച്ച് ഒന്ന് തുടക്കലും അതിലേക്ക് കഴിഞ്ഞിട്ടുള്ള സാധനങ്ങളൊക്കെ ഒന്ന് ഫില്ല് ചെയ്യലൊക്കെ ആയിരുന്നു പരിപാടി. അപ്പോൾ ഇപ്പം എന്തായാലും നമുക്ക് പെട്ടെന്ന് നൂഡിൽസ് ഉണ്ടാക്കാം. അരുണേട്ടൻ വന്നിട്ടുണ്ട്, അരുണേട്ടൻ കുളിക്കാൻ പോയതാണ്, ഇപ്പോൾ വരും. അപ്പം ഞാനത് ഒരു ഉള്ളിയും ക്യാപ്സിക്കും നന്നാക്കി വെച്ചിട്ടുണ്ട്. അപ്പോഴാണ് ഇവിടെ ക്യാബേജും ക്യാരറ്റും ഫ്രിഡ്ജിൽ ഇല്ലാന്നുണ്ട്. അപ്പം നമുക്ക് മുറ്റത്തുനിന്ന് ഒരു ക്യാബേജും പറിക്കണം, ഒരു ക്യാരറ്റും പറിക്കണം കേട്ടോ. അരുണേട്ടൻ വന്നിട്ട് വേണം പുറത്തിറങ്ങാൻ. വേറെ ഒന്നുമല്ല, അരുണേട്ടൻ പറിച്ചു തരും, രാത്രിയല്ലേ. പിന്നെ നമുക്ക് ഫുള്ള് ലൈറ്റ് ഉണ്ട്, പേടിക്കാനൊന്നുമില്ല. പേടിയുള്ളതുകൊണ്ടല്ല, അരുണേട്ടൻ പറിച്ചു തരും. അപ്പം എന്തായാലും ഞാൻ ഉള്ളി ഒക്കെ ഒന്ന് അരിഞ്ഞെടുക്കട്ടെ കേട്ടോ. പുറത്ത് പോയിട്ട് രാത്രിയിലെ കാഴ്ചകൾ കണ്ടല്ലോ. തങ്കു ഭയങ്കരമായിട്ട് വെച്ചുണ്ടാക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ഇത്രയിടം വരെ ലൈറ്റ് ഉണ്ട് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. തങ്കുമോന ചെറിയ കൂട്ടിലാട്ടോ. ഇതിന് ചുറ്റിനും കാടും ഒക്കെ ഉണ്ട്. നല്ല കമ്പിളിയൊക്കെ ഉണ്ട്. അപ്പോൾ ക്യാബേജ് ഇവിടെയാണ്. അത് ചെറിയൊരു ക്യാബേജ് പറിക്കാം നമുക്ക്. ചെറുത് പറിച്ചാൽ മതി, നമുക്ക് ആവശ്യമില്ല. അത് പൊട്ടിയതാ. പൊട്ടിയത് വേണ്ട, വേറെ ആരും പറിച്ചു. ഇത് പറിച്ചു. രാത്രിയിലെ ഹാർവെസ്റ്റിങ് ആദ്യമായിട്ടാണല്ലേ വീഡിയോയിൽ കാണിക്കുന്നത്. മറ്റേ ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ വന്ന് പറിക്കട്ടോ. ആട്ടോ പപ്പായ താഴെ ചാടിപ്പോയോ? ചെറുതായിരുന്നു, കണ്ടില്ലേ ഇവിടെ താഴെ ചാടി കിടക്കുന്നത്. ഇപ്പോൾ രാത്രി അതുകൊണ്ട് ഞാൻ ഈ ക്യാമറ ഒന്ന് മാറ്റട്ടോ. നല്ല നല്ല ക്യാബേജ് അല്ലേ, വലിയ പലുപ്പല്ല, സാധനം നല്ലതാ. വളം പറഞ്ഞില്ലല്ലോ. ഇനി കുറച്ച് വളമൊക്കെ ഇട്ട് ഉണ്ടാക്കണം. എന്നുവെച്ചാൽ കുറച്ച് നല്ല ചാണകവും കുറച്ച് ജൈവവളവും. ക്യാബേജ് നമ്മുടെ വീട്ടിൽ ശരിക്കും പറഞ്ഞാൽ ക്യാബേജ്, തക്കാളി, ഉള്ളി, ഈ സാധനം എല്ലാം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇങ്ങനത്തെ ഒരു സാധനം നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അത്യാവശ്യം നമ്മുടെ വീട്ടിൽ വേണ്ട സാധനം ഉണ്ടാക്കാൻ പറ്റും. ക്യാബേജ് ഉണ്ട്, തക്കാളി. തങ്കുവോ എന്താണ്? ഉറങ്ങിക്കോ. ഞങ്ങൾ 2 ക്യാരറ്റ് പറിച്ച് കയറി പോവാടാ. മത്തങ്ങ ആയിട്ടുണ്ട്. ഇവിടെ ഈ അറ്റത്തുള്ള ഒരു ക്യാരറ്റ് പറിച്ചാൽ മതി. ഈ അറ്റത്തുള്ള ക്യാരറ്റ് പറിച്ചാൽ മതി. ഏതെങ്കിലും കുറച്ച് വലിയ ഇല നോക്കിയത് അതല്ല. പറിച്ചോ. ആ പറിച്ചോ, മുകളിലേക്ക് കാണത്തില്ല. കാരണം ഈ മണ്ണിന് അധികം ഇളക്കല്ല. അത് മതി, ഒന്ന് മതി. ആവശ്യത്തിന് ആവശ്യമുള്ളപ്പോൾ മാത്രം പറിക്കുക. മണ്ണ് ശരിക്കും ഇളക്കല്ലാത്തതുകൊണ്ട് അതിലൊക്കെ വളഞ്ഞു പോയിട്ടുണ്ട്. ഇതാണിപ്പോൾ നമ്മുടെ നൂഡിൽസിന് വേണ്ടിയുള്ള സാധനം അല്ലേ? എഗ് നൂഡിൽസ്. ഇത് പുറത്തുനിന്ന് നമുക്കൊന്ന് കഴുകാം, മണ്ണാണ് അതിൽ. അതിൻ്റെ ഇലയൊന്ന് പൊട്ടിച്ച് കളയാം. പൊട്ടിക്കണം.
ഇല പൊട്ടിച്ചാലാണ് വരണേട്ടാ. മതി, ബാക്കി നമുക്ക് തോലെത്താലോ. നല്ല മധുരം ഉണ്ട് ഈ ക്യാരറ്റിന്. ഞാൻ പറഞ്ഞ പച്ചയ്ക്ക് കഴിച്ചു നോക്കിയിരുന്നു. എനിക്കങ്ങനെ ക്യാരറ്റൊന്നും ഇഷ്ടമുള്ള സാധനമല്ല, പച്ചയ്ക്കൊന്നും ഞാൻ കഴിക്കില്ല. പക്ഷേ ഞാൻ വെറുതെ അന്ന് 5 ഉണ്ടായിരുന്നു, അപ്പോൾ 5 വെറുതെ പറിച്ചിട്ട് കഴിക്കണുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ടേസ്റ്റ് നോക്കാണ്ട് വെറുതെ കഴിച്ചു നോക്കിയാൽ നല്ല മധുരം ഉണ്ട് ഇതിന്. ഞാനിപ്പോൾ കുറേ ക്യാരറ്റിൻ്റെ വിത്തൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ വിത്തൊക്കെ ഞാൻ കാണിച്ചു തരണ്ട്, എങ്ങനെയാണ് നടുക എന്നൊക്കെയുള്ള കാണിച്ചു തരണ്ട് കേട്ടോ. നമുക്കിവിടെ ഗാർഡും ഒക്കെ ഉണ്ട്. അവരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അതിലേക്ക് ഇങ്ങനെ നടക്കും കേട്ടോ. അതായത് ഓരോ ഭാഗത്തേക്കും ഓരോരുത്തരുണ്ട് കേട്ടോ. നൂഡിൽസ് ഉണ്ടാക്കാനായിരുന്നേട്ടാ. ഇന്ന് അരുണേട്ടൻ്റെ വകയാണ് കേട്ടോ നൂഡിൽസ്. തങ്കു ചാച്ചാ ബൈ ബൈ. തങ്കു ഗാർഡുമാരെ കണ്ടാൽ കുറച്ചും കൊണ്ടാണ്. തങ്കു ഈ ഗാർഡുമാരെ കാണുന്നതിന് കുറയ്ക്കാൻ. കാരണം ഓരോ ദിവസം ഗാർഡുമാരിങ്ങനെ ഷിഫ്റ്റാണ്, അവരിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ പരിചയമില്ലാത്തവരെ കാണുമ്പോൾ അവനിങ്ങനെ കുറച്ചുകൊണ്ടിരിക്കും. അതാണ് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും ചെറിയ ചെറിയ പ്രാണികളെയോ തവള, അരണ, പാമ്പ് ഇതിനൊക്കെ കണ്ടല്ലോ ഭയങ്കര കുറയ്ക്കും. നമുക്കറിയാൻ പറ്റും ഇവൻ എന്തിനാണ് കുറയ്ക്കണെന്നുള്ളത്. ഒരു തണുപ്പൊക്കെ ആയതുകൊണ്ട് സ്വെറ്ററൊക്കെ ഇട്ടിട്ടല്ലേ തലയിൽ തലകൂടെ തൊപ്പിയൊക്കെ ഇട്ട് കിടക്കണം. അപ്പോൾ അതൊക്കെ കാണുമ്പോഴൊക്കെ അവന് കുറച്ച് അധികം കുറയാണ്. അപ്പോൾ നമുക്ക് കുക്കിങ്ങിലേക്ക് കിടക്കാം രാത്രിത്തെ. നമ്മളെ കട്ടിബോർഡ് മാറ്റാനായില്ലായിരുന്നേട്ടാ. നല്ലൊരു മരത്തിനുണ്ടാണ് ഇത്. പ്ലാസ്റ്റിക് തന്നെ ഉണ്ട്, പക്ഷെ അതൊരു സുഖമില്ല. ഞാൻ വെറുതെ വാങ്ങി പൈസ അത്രയും പോയി. ഇത് ഒരുപാട് വർഷം പഴക്കമുള്ള കട്ടിംഗ് ബോർഡാണ്. ഇത് ചിന്തേച്ചിന്ന് വരില്ല, അരുണേട്ടനൊക്കെ വന്ന സമയത്തുള്ളതായിരിക്കണം അല്ലേ. അതായത് നമ്മള് വാങ്ങിയതല്ല ഈ കട്ടിംഗ് ബോർഡ്. അതായത് ഞാൻ വരുന്ന സമയത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ നൂഡിൽസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പച്ചക്കറികളൊക്കെ നമ്മൾ അരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അരിഞ്ഞേട്ടിന് ഇപ്പോൾ ഈ ടൊമാറ്റോ സോസിൻ്റെ കുപ്പി എടുത്ത് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അടിയിൽ ആകെ ഒരു ഇച്ചിരി ടൊമാറ്റോ സോസ് ഉണ്ട്. അപ്പോൾ താഴത്തേക്ക് വന്നോട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ തല തിരിച്ച് വെച്ചതാണ്. അപ്പോൾ അത് കഴിഞ്ഞു എന്നുള്ളതാണ് ഇപ്പോൾ അരുണേട്ടൻ പറയുന്നത് കേട്ടോ. അപ്പോൾ നൂഡിൽസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ക്യാരറ്റ്, ക്യാപ്സിക്കം, ക്യാബേജ്, ഉള്ളി ഇത് 4 എണ്ണം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ചിലപ്പോൾ പട്ടാണിക്കടലൊക്കെ ഇടാറുണ്ട്. വേറൊന്നുമല്ല, നമ്മളെ നൂഡിൽസ് അത്ര വലിയ ഹെൽത്തി ആയിട്ടുള്ള സാധനമല്ലല്ലോ. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ചധികം പച്ചക്കറികൾ കടന്നോട്ടെ എന്നാണ് ഞാൻ ചിന്തിക്കാറുള്ളത് എപ്പോഴും. നൂഡിൽസ് മാത്രമല്ല, ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ചധികം പച്ചക്കറികൾ ചേർക്കാറുണ്ട് കേട്ടോ. അപ്പോൾ പച്ചക്കറികളൊക്കെ അതേ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. അതിന് വേണ്ടിയിട്ടുള്ള സോസുകൾ നമ്മൾ ഗ്രീൻ ചില്ലി സോസ് എടുത്തിട്ടുണ്ട്, സോയാ സോസ്, ടൊമാറ്റോ സോസ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഈ നൂഡിൽസിൻ്റെ പാക്കറ്റിൽ പൊടി ഉണ്ടോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ നേരത്തെ ഒന്ന് തുടച്ചു കൊടുത്തത് അതിൻ്റെ പുറം ഭാഗം. അപ്പോൾ നമ്മൾ നൂഡിൽസ് ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. പാത്രത്തിൽ വെള്ളം വെച്ച് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ് ഈ നൂഡിൽസ് എന്ന് പറയുന്നത്. ഹലോ, നമ്മള് മാഗി ഒപ്പിച്ചിരുന്നു. കത്തിയോട്ടെ കത്തിയോട്ടെ. മുട്ട മാഗി കുഞ്ഞിന്റെ അനിയനാണ് പാട്ട് കേൾക്കുന്നത്. ഇവരറിയുന്നില്ല കേട്ടോ ഇവര് നമ്മള് വീഡിയോ എടുക്കണ്ടെന്നുള്ളത്. ഇവര് ക്യാമറയുടെ മുമ്പിലുണ്ട് ഇവർക്കറിയില്ല. അപ്പോൾ ഇതേ നൂഡിൽസൊക്കെ ഇവിടെ വെന്ത് വരാനായിട്ടുണ്ട്. അതിലേക്ക് ആ പാക്കറ്റിൻ്റെ ഒപ്പം കിട്ടുന്ന പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിലെ മാഗി നൂഡിൽസിൻ്റെ, യിപ്പി നൂഡിൽസിൻ്റെ പോലെ അത്ര വലിയ ടേസ്റ്റൊന്നും ഇല്ല ഇവിടെ കിട്ടുന്ന പാക്കറ്റ് നൂഡിൽസിന്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ മസാലകളൊക്കെ ചേർത്തിട്ട് നമ്മുടെ നോർമലി ചൈനീസ് നൂഡിൽസ് ഉണ്ടാക്കുമല്ലോ അതുപോലെ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അതിലേക്ക് മസാലയൊക്കെ ചേർത്ത് വെച്ചിട്ടുണ്ട്. അരുണേട്ടൻ ഇപ്പോൾ കുഞ്ഞിനോടും അഞ്ചിനോടും സംസാരിച്ചുകൊണ്ട് അത് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഈവനിങ് ഒരു 6 മണി മുതൽ, അതായത് മലാവിയിലെ സമയം ഒരു 6 മണി, നാട്ടിലെ സമയം ഒരു 9:30 മുതൽ നമ്മൾ ഫാമിലി കൂളിംഗ് ടൈമാണ് കേട്ടോ. എൻ്റെ വീട്ടിലേക്കാണെങ്കിലും അരുണേട്ടൻ്റെ വീട്ടിലേക്കാണെങ്കിലും
കുഞ്ഞിനെ അഞ്ചിനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഗ്രൂപ്പ് കോളൊക്കെ ചെയ്തും എല്ലാവരും ഒരു എന്താ പറയുക വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളും നമുക്കിടയിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ പരസ്പരം ഷെയർ ചെയ്യുന്ന ഒരു ടൈമാണിത്. ആ സമയത്തായിരുന്നു ഞങ്ങൾ കുക്ക് ചെയ്യാൻ വേണ്ടി പോയത്. കാരണം നേരത്തെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു അന്നേരം ഞങ്ങൾ കുക്ക് ചെയ്യാൻ പോയത്. അപ്പോഴാണ് ഇത് വീഡിയോ എടുക്കാമെന്നും കൂടെ വിചാരിച്ചത് കേട്ടോ. അതാണ് ഇവരെ നമ്മൾ കുക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിൽ കാണുന്നത്. നമ്മുടെ നൂഡിൽസ് വെന്തു. അപ്പം മാറ്റി ഇവിടേക്ക് വെക്കാം. അപ്പോൾ നമുക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം മുട്ട ചിക്കൻ വേണ്ടി. പൊട്ടിച്ചൊഴിക്കാൻ പോകണ്ടോ. മുട്ട നന്നായിട്ട് സ്ക്രാമ്പിൾ ചെയ്ത് വെക്കണം കേട്ടോ. ഉപ്പ് ഇട്ടായിരുന്നേട്ടാ. ആസ്ഥാന കുക്കാണ് എൻ്റെ പാത്രം. നേരത്തെ മുട്ടയിൽ ചേർന്ന് കുറച്ച് കൂടുതലായിരുന്നു. അത്ര എണ്ണ ആവശ്യമില്ല കേട്ടോ. എന്നിട്ട് നമ്മുടെ ഈ പച്ചക്കറി ഐറ്റംസ് ഒക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക നമ്മുടെ പരിപാടി. അതുപോലെ ഒന്ന് ചൂടായിരുന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് ഈ മഞ്ഞപ്പൊടി മുട്ടുള്ളത് വെച്ചാൽ എന്തെങ്കിലും വിഷാംശമൊക്കെ ഉണ്ടെങ്കിൽ കൊട്ടാണ്ടില്ലാണ്. ലേശം ഉപ്പ് കൊടുക്കുക. എന്നിട്ട് ഇതിനെ നമ്മൾ അങ്ങോട്ട് ഇതാക്കി എടുക്കാം. ചൈനീസ് ഫുഡുകൾ ഉണ്ടാക്കുമ്പോണ്ടല്ലോ നമ്മളെപ്പോഴും ഹൈ ഫ്ലെയിമിൽ വേണം കേട്ടോ തീ വെക്കാൻ. എന്നിട്ട് ആ നല്ല ഹൈ ഫ്ലെയിമിലാണ് വെജിറ്റബിൾ ആണെന്നുണ്ടെങ്കിലും എന്ത് കുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ സോസുകളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്യാൻ. എങ്കിലാണ് അതിൻ്റെ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് വരുള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വെജിറ്റബിൾസ് എല്ലാം വഴറ്റിയെടുത്തിട്ടുണ്ട്. ഓവർ വഴറ്റേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി. അതിന് ശേഷം അതിലേക്ക് ടൊമാറ്റോ സോസ്, ചില്ലി പേസ്റ്റ്, അതുപോലെ തന്നെ സോയ സോസ് ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടാട്ടോ നമ്മൾ ഈ എല്ലാ ചൈനീസ് ഫുഡ് ഉണ്ടാക്കുക അല്ലേ. അപ്പോൾ നമ്മൾ ഇതിനകത്ത് മുട്ടയും നൂഡിൽസും മുട്ടയും ശരിക്കും പറഞ്ഞാൽ സിമ്പിളായിട്ട് ആ നൂഡിൽസ് പൊട്ടിച്ച് വെച്ച് ആ പൊടി ഇട്ടിട്ട് ഉണ്ടാക്കി കഴിക്കാൻ തോന്നുള്ളൂ. പക്ഷെ ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റാണ് കേട്ടോ. ഏകദേശം പക്ക റെസ്റ്റോറൻറ്റ് ടേസ്റ്റ് അങ്ങനെ പറയാൻ പറ്റില്ല, എന്നാലും ടേസ്റ്റാണല്ലേ. ഞങ്ങൾക്കിത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്നാൽ ആ ഒരു വാഴയ്ക്ക് കുറച്ച് പച്ചക്കറിയും കൂടെ നമ്മുടെ വയറ്റിക്ക് പോകും. അതേപോലെ തന്നെ എനിക്ക് ഇങ്ങനത്തെ നൂഡിൽസ്, ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം അതിൽ നമ്മൾ കുറേ അതിൽ ഇടുന്നേക്കാട്ടും കൂടുതൽ പച്ചക്കറികളൊക്കെ ഇട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. കുറച്ചും കൂടെ നമ്മുടെ ശരീരത്തേക്ക് പച്ചക്കറി എത്തും. ഒരുപാട് വെന്തളിഞ്ഞ് പോവാതെ ഒരു 80% കുക്കായിട്ടുള്ള പച്ചക്കറിയൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റും. അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടാക്കാറുണ്ട്. കുറേ പച്ചക്കറികളൊക്കെ ഇട്ട് പട്ടാണി, കടല, ബീൻസ്, ക്യാരറ്റ്, ക്യാബേജ് അങ്ങനെ എല്ലാം ഇട്ടിട്ട് ഉണ്ടാക്കാറുണ്ട്. ഹെൽത്തി ആണെന്ന് നമ്മൾ പറയുന്നില്ല, പക്ഷേ കുറെ പച്ചക്കറികൾ വയറ്റിക്ക് എത്തും. അതിൻ്റെ കൂടൊപ്പം തന്നെ മൈദയും നമ്മുടെ ശരീരത്തേക്ക് എത്തും. പിന്നെ ഇടയ്ക്കൊക്കെ മൈദ എന്ന് വെച്ച് വലിയ കുഴപ്പമൊന്നുമില്ല അല്ലേ. നമ്മളിപ്പോൾ പൊറോട്ട കഴിക്കുന്നുണ്ടല്ലോ. അങ്ങനെ ഫൈനലി നമ്മുടെ നൂഡിൽസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാവുന്നൊരു സാധനമാണ്. ഞാൻ ജസ്റ്റ് കാണിച്ചു എന്നുള്ളൂ കേട്ടോ. അപ്പോൾ അരുണേട്ടൻ എന്തായാലും കുറച്ചെടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട് റെഡി ആയോ എന്നുള്ളത്. അപ്പോൾ ഇനി എന്തായാലും നമുക്കത് കഴിച്ചു തുടങ്ങാം. അപ്പോൾ നമ്മളിതിൽ കുറച്ച് കുരുമുളക് കൂടെ ചേർത്തിട്ടുണ്ട് അരുണേട്ടാ. കാണിക്കാൻ പറ്റിയില്ല, ലാസ്റ്റാണ് ഇട്ടത്. ചെറിയ കുരുമുളക് ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയാവും. ഇനി നമ്മൾ പ്ലേറ്റിലേക്ക് മാറ്റാം എന്നുള്ളതാണ് നമ്മുടെ കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഇനിയിപ്പോൾ ഇത് കഴിച്ചാൽ മതി അല്ലേ. അപ്പം എല്ലാവരും ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. വെറൈറ്റി ആയിട്ട് ആയിട്ടുള്ള ഒരു ഡിഷുകളൊക്കെ നമ്മൾ ഇടയ്ക്ക് പരീക്ഷിക്കുക എന്നുള്ളതാണ് ഒരു രസമാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും നൂഡിൽസ് ഒക്കെ കഴിക്കുകയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, ഞങ്ങൾ കഴിച്ചു നോക്കി. അപ്പോൾ ഇങ്ങനെയൊക്കെ റെസിപ്പീസ് നിങ്ങൾ ഉണ്ടാക്കി നോക്ക്, അടിപൊളിയായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ രേഖപ്പെടുത്തണം. ഇതുപോലെ ഞങ്ങൾ ജസ്റ്റ് നൈറ്റ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ എടുത്തതാണ്. ചിക്കനൊക്കെ ചേർക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാകും. അപ്പോൾ നമുക്ക് കഴിക്കാല്ലേ. അപ്പം ഞങ്ങൾ കഴിക്കട്ടെ. അപ്പോൾ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ വരാം. അതുവരേക്കും
ബൈ ബൈ.